കൂടെ ഉണ്ടായ മുഴുവൻ ശ്രോതാക്കൾക്കും ഓഡിയൻസിനും സഹപ്രവർത്തകർക്കും സഹജീവികൾക്കും ഓറഞ്ച് ആപ്പിളിൻ്റെ പ്രവർത്തകർക്കും കോർഡിനേറ്റേഴ്സിനും സീനിയർ ലീഡേഴ്സിനും കുടുംബമാരായിട്ടായാലും ബിസിനസ്സുകാരായിരുന്നാലും സ്റ്റുഡൻസ് ആയിരുന്നാലും പലരും ഇതിൻ്റെ കൂടെ ഈ ഒരു നമ്പറിലെത്തുമ്പോൾ കൂടെയുണ്ട്. 1700 അല്ലെങ്കിൽ 1700ാമത്തെ ദിവസം ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ അതിൻ്റെ ഒരു സെഷനിൽ സാധിക്കുക എന്നൊക്കെ പറയുന്നതിന് ഒത്തിരി 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 ദൈവത്തെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ, താങ്ക് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് ആൻ അച്ചീവ്മെന്റ്. ഇന്നലത്തെ സെഷനിൽ പറഞ്ഞതുപോലെ ഒരു പ്ലാൻ കംപ്ലീഷനിൽ ഉണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്, എൻതൂസിയാസം, എക്സൈറ്റ്മെന്റ് നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ ഒരു സംഭവമാണ്. ഇന്ന് ലൈഫ് ലേണിംഗ് ലെസൺസിന്റെ സീരീസിൽ ചില എന്താ പറയുക മെന്റലി ഡെവലപ്പ് ചെയ്ത റോങ് പ്ലാനിങ്ങുകളെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ അറിയുന്ന കുറേ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കുറേയേറെ കൗൺസിലിംഗ്, ഒരു പക്ഷേ 100കണക്കിനോ 1000ഓളം കൗൺസിലിങ്ങുകളൊക്കെ ചെയ്യേണ്ടി വന്നതുകൊണ്ട് എത്രയോ തരത്തിലുള്ള ആളുകളെ ജീവിതത്തിലുടനീളം കാണേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാത്ത ആളുകളും എൻ്റെ നാട്ടിലും എൻ്റെ സമൂഹത്തിലും എൻ്റെ കൂട്ടുകെട്ടിലും എൻ്റെ പഴയ ഫ്രണ്ട്സിലൊക്കെ ഉണ്ടാവും. അവർക്കൊന്നും ഒരുപക്ഷെ അത് അറിയണമെന്ന് പോലുമില്ല. അപ്പം എന്നെ കണ്ട എന്നോട് സംസാരിച്ച സംവദിച്ച ആളുകൾ, കുട്ടികൾ, കൊച്ചു വിദ്യാർത്ഥിനികൾ, അതുപോലെ തന്നെ ചെറുപ്പക്കാര്, പ്രീ മരിച്വൽ ലവ് അഫെയറുമായി ബന്ധപ്പെട്ടത്, പോസ്റ്റ് മരിച്വൽ അല്ലെങ്കിൽ ലൈഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ താളപ്പിഴകൾ ഉണ്ടായിട്ട്, ഫാമിലി മെമ്പേഴ്സിനകത്തുള്ള ഇഷ്യൂസ്, പേഴ്സണൽ ലൈഫ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഒത്തിരി ഏറെ ഏരിയകൾ, മയക്കുമരുന്ന്, അതേപോലെ ഇത്തരത്തിലുള്ള അഡിക്റ്റീവായിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് രക്ഷതേടാൻ, അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല സന്ദർഭങ്ങളിലായിരിക്കും. തോന്നുന്നു ഞാൻ +2 ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷെ ആദ്യമായിട്ടൊരു പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ഇരുന്ന് തുടങ്ങി പല തരത്തിലുള്ള ബന്ധം പല കുടുംബങ്ങളുമായിട്ട് വളരെ നല്ല സഹവർത്തിത്വത്തിൽ നടത്തിപ്പോരുകയും പലരുമായും പല അനുഭവങ്ങൾ കേൾക്കുകയും അറിയുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് സംഭവങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്ലാനിങ്ങിന്റെ ഒരു ഏരിയ, ഒരു ഹിഡൻ ഏരിയ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹിഡനോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതോ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. അതായത് മൈൻഡ് ഒരു ഫാബ്രിക് ആയി ചെയ്യുന്ന ഒരു പ്ലാൻ ഡെവലപ്പ്. മൈൻഡ് വിൽ ഡെവലപ്പ് എ പ്ലാൻ ബൈ സീയിങ് സംതിങ്. അതൊരു വല്ലാത്ത ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. വാട്ട് ടൈപ്പ് ഓഫ് പ്ലാനിങ്, മറ്റൊരാൾ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് നമ്മുടെ മനസ്സ് അയാളുടെ ചില ചെയ്ത്തുകളുടെ സൂചനകൾ വെച്ച് നമ്മൾ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന അസംഷൻ ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരത്തിൽ നമുക്ക് ഉപകാരമില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു പ്ലാനിങ്. അതിൽ എൻ്റെ കേസ് സ്റ്റഡീസിലെ ഒരുപാട് അനുഭവങ്ങൾ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലെ അനുഭവങ്ങളോ, ഞാൻ വളരെ അടുത്ത് അറിയുന്ന ആളുകളുടെ, ഞാൻ നന്നായി അറിയുന്ന ആളുകളുടെ ജീവിതാനുഭവങ്ങളോ ഒക്കെയാണ് ഞാൻ ഇതിനകത്ത് ചില കേസ് സ്റ്റഡീസ് പറയുന്നത്. ഇയാള് ഹോമോസെക്ഷൽ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ്. ഒരു പക്ഷേ അയാളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നോ അയാളുടെ ഹൃദയത്തിൽ നിന്നോ കിട്ടിയ വിവരമനുസരിച്ച് അയാൾ കുട്ടികളുമായി ഇടപെട്ടത് മക്കളെ പോലെയാണ്. അപ്പോ അതിനകത്ത് മറ്റുള്ള ആളുകൾ അതിന്റെ സൂചനകൾ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആൺകുട്ടികളുമായി ഇടപെടുന്ന ആളാണ്, അയാളൊരു ഹോമോസെക്ഷൽ ലെവലിലുള്ള ആളാണ് എന്ന് ആളുകൾ
സൂചനകൾ വെച്ച് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു റോങ് കൺസെപ്റ്റ്, അട്ടർ ഫെയിലിയർ ആയിട്ടുള്ള ഒരുപാട് പ്ലാനിങ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കേണ്ടത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ ഇത്തരത്തിൽ ഒരു സാങ്കല്പികമായ പ്ലാൻ, അത് റിയലി ശരിയാണെന്നുള്ള രൂപത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും അയാളെ കുറിച്ച്. ഒരു കുട്ടി ഷെയർ ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. സർ, ഞാനൊരു ലെസ്ബിയൻ ആണെന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മുഴുവൻ ആളുകളും എന്നെ കുറിച്ച് പ്ലാൻഡായി തീർത്ത് പറഞ്ഞ് എന്നെ അപമാനിക്കുന്ന രൂപത്തിൽ ബിഹേവ് ചെയ്തത്. അതിന് അവർ കണ്ടത് ഞാൻ താമസിക്കുന്നത്, യാത്ര ചെയ്യുന്നത്, കൂടെ പോകുന്നത്, കൂട്ടുകൂടുന്നത് മുഴുവൻ എൻ്റെ ഒരു കൂട്ടുകാരിയുമായിട്ടാണ് എന്നുള്ളതിനെ വെച്ചുകൊണ്ട് അവര് ആ രൂപത്തിൽ, അപ്പൊ അവർക്ക് കിട്ടിയ 2-3-4 സൂചന അത്രയേ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് ഞാൻ അങ്ങനത്തെ ആളാണ് എന്ന് എന്നെ പറഞ്ഞ് അങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കിയെടുത്തു. വേറൊരാളുടെ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളോടും വളരെ സോഫ്റ്റും തരളിതമായിട്ട്, വളരെ ലോലമായ ഹൃദയനായ, വളരെ സ്നേഹവാത്സല്യങ്ങളോടുകൂടി അങ്ങേയറ്റം ഇഷ്ടത്തോടു കൂടി പെരുമാറുന്ന ഒരു വലിയ മനുഷ്യനെ അയാൾ സ്ത്രീരംഭണനാണെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളാണ് എന്നുള്ള രൂപത്തിലേക്ക് ആളുകൾ ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ച് എടുത്ത് അയാളെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്, ഡെവലപ്പ് ചെയ്ത് അത് നമ്മൾ ഒരു സ്റ്റോറി. ഇനി വേറെയും ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഇദ്ദേഹം ഈ പൈസ ഇങ്ങനെ ചെലവാക്കാതെ വെക്കുന്നത് ഇദ്ദേഹം പിശുക്കനാണ് എന്ന് നമ്മളാണ് പ്ലാൻ ചെയ്യുന്നത്. അയാൾ പിശുക്കനാണെന്ന് നമ്മളാണ് ഡിസിഷൻ എടുക്കുന്നത്. നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു പ്ലാൻ പ്രകാരം നമ്മളാണ് ഡിസിഷൻ എടുക്കുന്നത്. ഇദ്ദേഹം ഇങ്ങനെ ആളുകൾക്കൊക്കെ വാരിക്കോരി കാശ് കൊടുക്കാൻ എന്താണ് കാരണം? ഇയാൾക്ക് വേറെന്തോ ഒരു ലക്ഷ്യമുണ്ട്. അപ്പൊ ആ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഒരു ലക്ഷ്യം ഉണ്ടാക്കി അയാൾ അതിന്റെ ആളായി സ്റ്റാമ്പ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വിട്ടിയായി നിരന്തരമായി പെണ്ണുങ്ങളും ആണുങ്ങളും ചെറുപ്പക്കാരികളും കുടുംബങ്ങളും ഒക്കെ കൂട്ടുകൂടി ആളുകളെ വളരെ മോശമായിട്ട് പ്ലാൻ ചെയ്ത് ഡിസിഷൻ എടുപ്പിച്ച ആളുകൾ ആ രൂപത്തിൽ അത്തരത്തിലുള്ള കണ്ണടകൾ വെച്ചിട്ട് കാണാറുണ്ട്. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ കൂട്ടുകൂടിയ സംഘത്തിൽ അങ്ങനെ ഒരു സഹായം, അങ്ങനെ ഒരു പ്ലാൻ, ഒരു മോശമായ പ്ലാൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള സഹായം നമ്മൾ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ നമ്മളെക്കാളും മോശപ്പെട്ട ഒരാള് ഭൂമിയിലില്ല. അപ്പൊ അങ്ങനെ ഒരാളെ കുറിച്ച് ഒരിക്കലും മനസ്സിലാക്കാൻ അയാളുടെ കവറോ അയാളുടെ ഒരു സൂചന വെച്ചിട്ടൊന്നും സാധിക്കില്ല. പലപ്പോഴും നമ്മളൊക്കെ പറയും തീയില്ലാതെ പുകയുണ്ടാവില്ല. ഇത് എല്ലായ്പ്പോഴും ശരിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. എല്ലായ്പ്പോഴും ശരിയാണ് എന്നും തെറ്റാണെന്നും വിചാരിക്കരുത്. പക്ഷെ ഒരു വ്യക്തിയെയും ഒരു കവറ് കൊണ്ട് പുസ്തകത്തെ വിലയിരുത്താൻ പാടില്ല എന്നതുപോലെ ചില സൂചനകൾ വെച്ചിട്ടൊന്നും ആളുകളെ വിലയിരുത്താനൊന്നും കഴിയില്ല. അതിനു മാത്രമുള്ള ദൈവത്തിന്റെ സ്വന്തം സെക്രട്ടറിഷിപ്പ് ഒന്നും ഭൂമിയിൽ ഒരുത്തിക്കും കിട്ടിയിട്ടില്ല. അപ്പോ ആ വക ചിന്തയും കൊണ്ട് നടക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ ഏർപ്പാടുകളൊക്കെ അവസാനിപ്പിച്ച് വലിയ മനുഷ്യനാവാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. വലിയ മനുഷ്യനും മനുഷ്യ സ്ത്രീയും ഒക്കെ ആവാനുള്ള ഒത്തിരി അവസരങ്ങൾ ഭൂമിയിലുണ്ട്. ആ അവസരങ്ങളിലേക്കുള്ള വഴി തുറക്കാനുള്ള ഒരു ചിന്ത ഉണ്ടാവണമെന്നാണ്. 1700 ദിവസം ഇത് കേട്ടിട്ടും, അല്ലെങ്കിൽ അതിൽ പകുതി കേട്ടിട്ടും, അല്ലെങ്കിൽ 500 ദിവസം കേട്ടിട്ട് പോലും ഏത് എങ്ങനെ എന്ന് ചിന്തിക്കാൻ, തന്റെ ചിന്തകളുടെ പാരഡൈമുകൾക്ക് ഷിഫ്റ്റ് വരുത്താൻ സാധിക്കാതെ, മാറ്റം വരുത്താൻ സാധിക്കാതെ, ചിന്തകൾക്ക് ഒരു ചേഞ്ച്, ഒരു പുതിയ പ്ലാൻ, ഒരു പുത്തൻ ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ എത്ര ചിന്താപരമായി ദരിദ്രരായ പാവപ്പെട്ട സിമ്പതി അർഹിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ വന്നു പോയിട്ടുണ്ടെന്നറിയോ? അവരോടൊന്നും സിമ്പതി അല്ലാതെ നമുക്കൊന്നുമില്ല, സഹതാപമല്ലാതെ മറ്റൊന്നുമില്ല. എമ്പതറ്റിക്കലി അവരോട് പറയാനുള്ളത്, ഈ തിരിച്ചറിവിൽ നിന്ന് കാര്യങ്ങൾ തിരിച്ചറിയാതെ ഇനിയും തീരുമാനമെടുക്കാൻ വൈകിക്കൊണ്ടുപോകുന്ന ഈ യാത്ര എന്നെയും നിങ്ങളെയും ഗുരുതരമായ അപകടത്തിൽപ്പെടുത്തും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കേട്ട് ആ കേട്ട പറച്ചിലിന് തെളിവും കാര്യങ്ങളും ഇല്ലാതെ അയാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പലപ്പോഴും പല സങ്കല്പങ്ങളും പല പ്ലാനുകളും നമ്മൾ ഉണ്ടാക്കിയേക്കും. ഈ പ്ലാനുകളൊക്കെ നമ്മളെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്ന ആള് ഒരിക്കലും നമ്മൾ പറഞ്ഞ കാര്യം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ ഈ ചിന്തിച്ച കാര്യം ആൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ബാലിശമായ എത്രയോ
മനസ്സുകൂടി പല ആളുകളെ കുറിച്ച് കുറ്റം പറഞ്ഞ് നശിപ്പിച്ച് സമൂഹത്തിൽ നന്മയെ തകർത്ത് കളയുമൊക്കെ ചെയ്യുന്ന പ്രവണത ഉണ്ടാവുന്ന എത്രയോ ഫാബ്രിക്കേറ്റഡ് പ്ലാനിങ് പ്രൊസീജിയേഴ്സ് സൊസൈറ്റിക്കകത്ത് ഉണ്ടാകുന്നു. ശരിയാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഫൈനലൈസ് ചെയ്യുന്നൊരവസ്ഥ. തിരിച്ചറിവിലേക്ക് തിരിച്ചു പോകാതെ തിരിച്ചു നടക്കാൻ കഴിയാതെ പറയുന്ന ആളുകളുടെ കൂടെക്കൂടികളായിട്ട് തരം താന്നു പോകുന്ന ഒരു വൃത്തികേടിലേക്ക് നമ്മൾ പോവാതിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഇനിയെങ്കിലും നമ്മൾ ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ കാലം ഇങ്ങനെ കലണ്ടറുകൾ മാറ്റി കടന്നു പോകുമെന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ചിതലരിച്ച, പൂഴി പിടിച്ച, ഡസ്റ്റ് പിടിച്ച, തുരുമ്പിച്ച, ക്ലാവ് പിടിച്ച ഏതോ മരവും, ചിതലരിച്ച മരവും ഇരുമ്പും കോപ്പറുമൊക്കെയായി ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുമെന്നല്ലാതെ ഒരു പ്രകാശം, ഒരു ഉണർവ്, ഒരു നവജീവൻ നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് ആളുകൾ മികച്ചതാണ്, പീപ്പിൾ ആർ ഓസം. നമ്മൾ ചിന്തിച്ചതാണ് തെറ്റ്, നമ്മൾ ഊഹം പറഞ്ഞതാണ് തെറ്റ്, നമ്മൾ മനസ്സുകൊണ്ട് മനക്കോട്ട കെട്ടി മറ്റൊരാൾക്ക് പുതിയ പ്ലാൻ ഉണ്ടാക്കിയ ആളുകളെ മോശമാക്കി കൊടുത്തതാണ് തെറ്റ്. ആ തിന്മയിൽ നിന്ന് പുറത്തു ചാടാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. അല്ലെങ്കിൽ പലപ്പോഴും ഈ ഒരു ചിന്ത മതി ജീവിതം ഒരു ശപിക്കപ്പെട്ടതായി മാറാൻ, നശിച്ചു പോകാൻ, ഉയരാതിരിക്കാൻ, വളരാതിരിക്കാൻ, വളർന്നു പുറകോട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ, പലപ്പോഴും പ്രയാസങ്ങൾ വന്ന് സഹിക്കാൻ. അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതം എന്നുള്ള പ്രാർത്ഥന ഈ